ശബരിമല സന്നിധാനത്ത് ജീവനുള്ള ചില ചുവർ ചിത്രങ്ങളുണ്ട്. ആ നിറങ്ങൾ പത്തനാപുരം സ്വദേശി മനുവിന്റെ അതിജീവന കഥ കൂടിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷണപ്രകാരം ശബരിമലയിലെത്തിയ മനു ഇന്ന് സന്നിധാനത്തെ താരമാണ്. റിയൽ സ്റ്റാർ. ഇത് പത്തനാപുരം ചേക്കോം സ്വദേശി മനു. പകുതി വളർന്ന കൈയുമായി ജനനം. ആ ഒറ്റ കാരണത്താൽ നേരിടേണ്ടി വന്നത് അവഗണനയും ദാരിദ്ര്യവും. ആ ജീവിത വഴിയിൽ മനുവിന് അതിജീവനമായത് ഇടത് കൈയിൽ പിറന്ന ഈ അത്ഭുതങ്ങളായിരുന്നു. ശബരിമലയിലെ ഓരോ കെട്ടിടങ്ങളും ചുവരുകളും ഇന്ന് മനുവിന് സ്വന്തമാണ്. അവിടം നിറയെ അയ്യപ്പന്റെ കഥകളായി മാറുന്നു. വരയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയുകയുണ്ടായിരുന്നു, ഇടത് കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞ വിഷമത്തോടായിരുന്നു പറഞ്ഞത്. വലതയില്ലാതെ ചിത്രം വരച്ചാൽ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് നിന്ന് ചിത്രങ്ങൾ വരയ്ക്കാൻ, അത് മാളികപ്പുറത്ത് ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രം. അയ്യപ്പന്റെ ഐതിഹാസിക കഥകൾ ചിത്രങ്ങളാക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് മനുവിനെ ശബരിമലയിലേക്ക് ക്ഷണിച്ചത്. മാളികപ്പുറം ക്ഷേത്രത്തിന് പിന്നിലെ പന്തളം മാളികയുടെ ചുവരിലാണ് ആദ്യ ചിത്രങ്ങൾ തെളിഞ്ഞത്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് 24 വാർത്ത, ഈ ചാനലിലെ വാർത്ത കാണപ്പോഴും പ്രോഗ്രാമൊക്കെ കാണുമ്പം ശ്രീകണ്ഠൻ സാറിൻ്റെ അടുത്ത് എത്തണം എന്നൊരു വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സാറിനെ കാണാനൊരു ഭാഗ്യം എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ചിത്രം വരച്ചു കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ശ്രീകണ്ഠൻ സാറിൻ്റെ ചിത്രം വരച്ചു കൊടുക്കണമെന്ന്. അതിനെനിക്കൊരു അവസരം കിട്ടണമെന്ന് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇടം കൈകൊണ്ട് ചുമരുകളിൽ മനു നിറം പകരുമ്പോഴും സ്വന്തം ജീവിതം അത്ര നിറമുള്ളതല്ല. ജീവിക്കണമെങ്കിൽ ഈ കൈയുമായി ടാപ്പിങ്ങിനിറങ്ങണം. അപ്പോഴും സന്നിധാനത്തെ ഈ നിയോഗം മനുവിന് സ്വപ്നതുല്യമാണ്. ക്യാമറമാൻ NS സജീവിനൊപ്പം MG പ്രതീഷ്, 24 സന്നിധാനം. അപ്പോൾ മനു ഒരു റിയൽ സ്റ്റാർ ആണെന്ന കാര്യം ആ റിപ്പോർട്ട് കണ്ടപ്പോൾ പ്രേക്ഷകർക്കും നമുക്കും എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ SK കാണണം എന്നൊരു ആഗ്രഹം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു SK ഈ വാർത്ത കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. വൈകാതെ തന്നെ മനുവിൻ്റെ ആഗ്രഹം നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.